ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വിൻഡോസിൽ AWS CLI എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എന്നിട്ട് അത് കോൺഫിഗർ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് AWS CLI ഡൗൺലോഡ് ചെയ്യണം. ഞാനിപ്പോൾ ഗൂഗിൾ എടുത്തതിന് ശേഷം AWS CLI വിൻഡോസ് എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് AWSൻ്റെ URL എടുത്തു. അവിടെ നമുക്ക് ഡോക്കർ, ലിനക്സ്, മാക്ക്, വിൻഡോസ് വെർഷൻ ഉണ്ട്. ഏതിനു വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ വിൻഡോസ് ആണ്, എൻ്റെ 64-bit OS ആണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, പ്രീ റിക്വസ്റ്റ് പറയുന്നുണ്ട് 64-bit വിൻഡോസ് XP ലെറ്റർ വേണം, അഡ്മിൻ പ്രിവിലേജ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വിൻഡോസ് 64 ആയതുകൊണ്ട് ഞാൻ അത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. സേവ് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സേവ് കൊടുക്കുക. പിന്നെ അവർ പറയുന്നത് നമുക്ക് സ്പെസിഫിക് വെർഷൻ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഹൈഫൺ ഇട്ടിട്ട് ഏത് വെർഷനാണോ വേണ്ടത് അത് പറഞ്ഞു കൊടുത്താൽ മതി. അവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് അവരെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്പെസിഫിക് വെർഷൻ വേണമെങ്കിൽ അതേപോലെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഹൈഫൺ ഇട്ടിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ലേറ്റസ്റ്റ് വെർഷനാണ് ചെയ്യുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ലിനക്സ്, ഡോക്കർ, മാക്ക് എല്ലാത്തിനും വേണ്ടിയുള്ള വെർഷൻ അവിടെ ഉണ്ട്. അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റെപ്സ് എല്ലാം കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ഞാൻ IAM യൂസർ ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ AWSൻ്റെ കൺസോളിലാണ്, അതുപോലെ ഒഹിയോ റീജിയനിലാണ്. IAM സർവീസ് എടുത്തതിന് ശേഷം ഒരു യൂസർ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് വെച്ചിട്ടാണ് ഞാൻ AWS CLI കോൺഫിഗർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ യൂസർ നമുക്ക് ആഡ് ചെയ്യാൻ ഇനി യൂസർ ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് യൂസർ കൊടുക്കുക. അപ്പോൾ ഞാൻ ശ്യാം എന്ന് പറഞ്ഞൊരു യൂസർ കൊടുക്കുവാണ്. അതുപോലെ തന്നെ അനദർ യൂസർ വേണമെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കാം. പിന്നെ ആക്സസ് ടൈപ്പിൽ പ്രോഗ്രാമാറ്റിക് ആക്സസ് എന്തായാലും കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് CLI കോൺഫിഗർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് ആക്സസ് കീയും സീക്രട്ട് കീയും കിട്ടുന്നത്. അതുപോലെ തന്നെ കൺസോൾ ആക്സസ് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുക. റിക്വേർഡ് പാസ്വേഡ് റീസെറ്റ് അൺടിക്ക് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. അടുത്തത് പെർമിഷൻ സെക്ഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഗ്രൂപ്പൊന്നും ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഡയറക്റ്റ് എക്സിസ്റ്റിംഗ് പോളിസി അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പോൾ അറ്റാച്ച് എക്സിസ്റ്റിംഗ് പോളിസി ചൂസ് ചെയ്തതിന് ശേഷം ഞാൻ അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജാണ് ഞാൻ കൊടുക്കുന്നത്. അത് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് അടിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേണമെങ്കിൽ EC2 വേണമെങ്കിൽ EC2 മാത്രമായിട്ട് അവിടെ സെർച്ച് ടാബിൽ കൊടുത്താൽ നമുക്ക് അത് മാത്രമായിട്ട് ഫിൽറ്റർ ചെയ്തതിന് ശേഷം അത് മാത്രമായിട്ട് ചൂസ് ചെയ്യാം. നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് പെർമിഷൻ സെറ്റ് ചെയ്യുക ഇവിടെ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടാഗ് എടുക്കുക. ടാഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. ഞാൻ നെയിം കൊടുത്തിട്ട് ഡെമോ എന്നും പറഞ്ഞ് കൊടുക്കുവാണ്. നെക്സ്റ്റ് റിവ്യൂ ചെയ്യുക. എന്തെങ്കിലും ചേഞ്ചസ് വരുത്താണെങ്കിൽ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യുക. ഞാൻ പ്രിവിലേജ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് യൂസർ കൊടുക്കുന്നു. ഇപ്പോൾ എൻ്റെ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ള CSV ഫോർമാറ്റ് വരും. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എവിടെയും സൂക്ഷിച്ച് കീപ്പ് ചെയ്ത് വെക്കുക. വേറെ ആർക്കും ഷെയർ ചെയ്യരുത്. അപ്പോൾ സീക്രട്ട് കീ ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ, പിന്നീട് നമുക്ക് കിട്ടത്തില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. അത് മിസ്സായിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് കീ ജനറേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എൻ്റെ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പെർമിഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പെർമിഷനും വന്നിട്ടുണ്ട്. ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമുക്കിനി ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ഞാനിപ്പോൾ ഒരു CSV ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട് യൂസറിൻ്റെ. അതിനകത്താണ് കീയും കാര്യങ്ങളെല്ലാം ഉള്ളത്. അതും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ യൂസർ നെയിം, പാസ്വേഡ്, ആക്സസ് കീ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. സീക്രട്ട് കീ എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ കോൺഫിഗർ ചെയ്യാനായിട്ട് ഇതിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. ഡിഫോൾട്ട് ഇൻസ്റ്റലേഷനാണ് നെക്സ്റ്റ് അടിച്ച് പോവുക. ഞാനിവിടെ സ്കിപ്പ് ചെയ്യുവാണത്. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ അഡ്മിൻ എന്ന് പറഞ്ഞൊരു യൂസറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ യൂസറിനകത്ത് പോയിട്ട് അഡ്മിനിൽ പോവുക. ഇവിടെ നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിയുമ്പോൾ .aws എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആകും. അതിനകത്തേക്കാണ് അത് കോൺഫിഗറേഷൻ ഫയലെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് ചെക്ക് ചെയ്യാം. അതിന് ഞാൻ വെർഷനാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി AWS -ഹൈഫൺ വെർഷൻ എന്ന് അടിച്ചാൽ നമുക്ക് വെർഷൻ കാണാൻ പറ്റും. ഇപ്പോൾ AWS ഇൻസ്റ്റലേഷൻ സക്സസ് ആയിട്ടുണ്ട്. സക്സസ് ആണ് അതിനർത്ഥം. ഇനി നമുക്ക് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ AWS കോൺഫിഗർ എന്ന് കൊടുക്കുക. അപ്പോൾ ഈ കോൺഫിഗർ ചെയ്യുമ്പോൾ നമുക്ക് ആക്സസ് കീ, സീക്രട്ട് കീ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ നേരത്തെ എടുത്ത ഡൗൺലോഡ് ചെയ്യാൻ യൂസ് ചെയ്ത ഡോക്യുമെൻറ്റിൽ തന്നെ കോൺഫിഗർ എങ്ങനെ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽ എല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് ആക്സസ് കീ വേണം, അതുപോലെ സീക്രട്ട് കീ വേണം, റീജിയൻ വേണം, ഔട്ട്പുട്ട് ഫോർമാറ്റും വേണം. അപ്പോൾ ഈ ഫോർമാറ്റിലാണ് നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ നേരെ ഞാനത് ആക്സസ് കീക്ക് പകരം ഞാൻ എക്സൽ ഷീറ്റിൽ നിന്ന് കോപ്പി ചെയ്യണം. അതെടുത്തതിന് ശേഷം ആക്സസ് കീ കോപ്പി ചെയ്യുക ഇവിടെ നിന്ന്. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അടുത്തത് സീക്രട്ട് കീ ആണ് വേണ്ടത്. അത് അടുത്ത സീക്രട്ട് കീ ഫുൾ കോപ്പി ചെയ്യുക. അതും പേസ്റ്റ് ചെയ്യുക.
അടുത്ത റീജിയനാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒഹിയോ റീജിയനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് റീജിയൻ കോഡ് കിട്ടാൻ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നേരെ കൺസോളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗ്ലോബലാണ്, അതായത് US East 2 ആണ് ഒഹിയോൻ്റെ റീജിയൻ. നിങ്ങൾ നേരെ വേണമെങ്കിൽ നമുക്ക് വേറൊരു റീജിയൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ വെർജീനിയ സെലക്ട് ചെയ്യുമ്പോൾ US East 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് എവിടെ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഞാനപ്പോൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തു, അത് പേസ്റ്റ് ചെയ്തു. അടുത്ത ഔട്ട്പുട്ട് ഫോർമാറ്റാണ്, അത് JSON ആണ് കൊടുക്കേണ്ടത്. ഞാൻ JSON കൊടുത്തു, സേവ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് ഇപ്പോൾ കോൺഫിഗർ ചെയ്ത ഡീറ്റെയിൽ അറിയുന്നതെങ്കിൽ ഞാൻ ജസ്റ്റ് AWS സ്പേസ് കോൺഫിഗർ സ്പേസ് ലിസ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ കോൺഫിഗർ ചെയ്ത ഡീറ്റെയിൽ എല്ലാം എനിക്ക് കിട്ടും. ഇപ്പോൾ എനിക്ക് കാണാൻ ഞാൻ കോൺഫിഗർ ചെയ്ത ഡീറ്റെയിൽ എല്ലാം ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രൊഫൈൽ ഡിഫോൾട്ടാണ്, വേറെ സെറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ പാത്തും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഹോം ഡയറക്ടറിയിൽ .AWS അതിനകത്ത് കോൺഫിഗർ എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് അതിൻ്റെ പാത്ത് വരുന്നത്. ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം ഇൻഫർമേഷൻ ഇവിടെ നിന്ന് കാണാം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ മോഡിഫൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നും കൂടി AWS കോൺഫിഗർ റൺ ചെയ്തിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. കീ മാറ്റണനുസരിച്ച് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അത് എഫക്റ്റ് ആവില്ല. ഇപ്പോൾ പ്രൊഫൈൽ ഡിഫോൾട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ വെച്ച് കോൺഫിഗർ ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്തൊരെണ്ണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ AWS IAM ലിസ്റ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞൊരു കമാൻഡാണ് ഞാൻ റൺ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ അക്കൗണ്ടിലുള്ള യൂസറെല്ലാം ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ കോൺഫിഗർ ചെയ്ത് എനിക്ക് ശ്യാം എന്ന് പറഞ്ഞ യൂസറെ കിട്ടി. ഞാൻ കോൺഫിഗർ ചെയ്തെല്ലാം വർക്കിംഗ് ആണ്. ഞാൻ S3യിൽ ബക്കറ്റ് ഒന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ AWS സ്പേസ് S3 സ്പേസ് LS കൊടുത്ത് കഴിഞ്ഞാൽ ബക്കറ്റ് ഡീറ്റെയിൽ കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഷോ ചെയ്യാഞ്ഞത്. എന്തെങ്കിലും പെർമിഷൻ ഡീനെ ഉണ്ടെങ്കിൽ അവിടെ എറർ അടിച്ചേനെ. നമുക്കൊന്ന് ബക്കറ്റ് വേണമെങ്കിൽ S3 സർവീസ് ഒന്ന് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ബക്കറ്റ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ബക്കറ്റൊന്നുമില്ല. നമുക്കിനി രണ്ടാമത് റീകോൺഫിഗർ ചെയ്യണമെങ്കിൽ സെയിം കമാൻഡാണ്. ഇപ്പോൾ എൻ്റെ കീ ഞാൻ റിമൂവ് ചെയ്ത് പുതിയ കീ ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി AWS സ്പേസ് കോൺഫിഗർ അടിച്ചിട്ട് നിങ്ങൾ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. അതായത് എല്ലാം ആക്സസ് കീയും സീക്രട്ട് കീയും റീജിയനെല്ലാം പറഞ്ഞു കൊടുത്താൽ മതി, അത് അപ്ഡേറ്റ് ആയിക്കോളും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.